വർഷം 2017 IBM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് വാല്യൂവും അതുപോലെ ഓക്സ്ഫോർഡ് എക്കണോമിക്സും തമ്മിൽ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ പങ്കെടുത്തത് 1300 ഇന്ത്യൻ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. അതിൽ 600 സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, 100 വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, 100 പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിരുന്നു. ഈ സ്റ്റഡിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഇങ്ങനെയായിരുന്നു: 90% ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് വിൽ ഫെയിൽ ഇൻ 5 years. 5 വർഷം കൊണ്ട് 90% സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ ഫെയിലായി പോകുന്നു എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വന്നത്. അപ്പോൾ തുടങ്ങുന്ന ഓരോ 100 സ്റ്റാർട്ടപ്പുകളിലും 90 സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് 5 years ഹൗ ഈസ് ഗോണ ബി അവർ ബിസിനസ് എങ്ങനെയാണെന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പം റീലിലും അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കാണുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ബിസിനസ് തുടങ്ങും, പിറ്റേ ദിവസം നമ്മൾ കോടീശ്വരനാകും, അങ്ങനെ എല്ലാ ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ബിസിനസ് സക്സസ് ആവും, അതുമില്ല. അപ്പം ഈ ഒരു 5 years ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു, CB ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു റിസർച്ച് കമ്പനി. അപ്പോൾ ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 431 ഫെയിൽഡ് സ്റ്റാർട്ടപ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു, അതായത് കീറി മുറിച്ച് നോക്കി. അപ്പോൾ ഇതിലുള്ള 70% ഓഫ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ റാൻ ഔട്ട് ഓഫ് ക്യാഷ്, അതായത് ക്യാഷ് ഇല്ലാതെ അവർ കൂട്ടിപ്പോയതാണ്. അപ്പോൾ ഈ ക്യാഷ് ഇല്ലാതെ പൂട്ടിപ്പോകാൻ എന്താ കാരണം എന്ന് റിസർച്ച് ചെയ്തപ്പോൾ അതിൽ കണ്ടൊരു കാര്യം, 43%, അതായത് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റില്ല. അതായത് ആൾക്കാർക്ക് വേണ്ടാത്ത സാധനമാണ് വിറ്റുകൊണ്ടിരുന്നത്. ആൾക്കാർക്ക് പെയിൻ ഇല്ലെങ്കിൽ അല്ല ആൾക്കാർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ വില പോകില്ല. നമുക്ക് എത്ര ഇഷ്ടം ഉണ്ടായിട്ടും കാര്യമില്ല, ആൾക്കാർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ബിസിനസ് സക്സസ് ആവില്ല. അപ്പം അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ആണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അഥവാ PMF. അപ്പം ഇയർ 1 അഥവാ സർവൈവൽ സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുക. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 20% ഓഫ് സ്റ്റാർട്ടപ്സും ഫെയിൽ ആവുന്ന ഈ ഒരു ടൈം ലൈനിലാണ്. ഇപ്പം ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബിസിനസ് തുടങ്ങി, നമ്മൾ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഓഫീസ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കാർഡ് അടിക്കും, ഭയങ്കര മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ എന്ത് മാത്രം ചെയ്യത്തില്ല, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കസ്റ്റമർ വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസ് കസ്റ്റമർ വേണം, ഇത് മാത്രം ചെയ്യത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയാം, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവസാനം ഒരു ദിവസം റെൻ്റ് അടയ്ക്കാൻ ക്യാഷ് ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ സാധനം ശരിക്കും ആൾക്കാർക്ക് ആവശ്യമുണ്ടോ? അങ്ങനെ ഞാൻ പുറമെ ഇറങ്ങി തപ്പി സെയിൽസിലേക്ക് ഇറങ്ങിയിട്ടാണ് ആൾക്കാരെ കണ്ടുപിടിച്ചതും സാധനം സെല്ല് ചെയ്തതും റെൻ്റ് അടിച്ചതും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഒന്നും കൊണ്ടുപോയി ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ പ്രൊഡക്റ്റിന് പേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും ആവരുത്, അവർ വാലിഡേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പുറത്ത് കൊണ്ടുവരും എന്താക്കുക, നിങ്ങൾ ആൾക്കാർക്ക് സെല്ല് ചെയ്ത് നോക്കുക, ഇത് വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സർവീസിൻ്റെ ആവശ്യമുണ്ടോ കാര്യങ്ങളുണ്ടോ, ആൾക്കാരെ വെച്ച് വാലിഡേറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അതിൻ്റെ പുറമെ ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല, അത് അധികാലം നിൽക്കുക. ദ സെക്കൻഡ് സ്റ്റേജ്, ദ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ റൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഏകദേശം റവന്യൂ ഒക്കെ ജനറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റവന്യൂ കാണുമ്പോഴേക്കും നമ്മൾ എന്താക്കും, ഓക്കെ സംഭവം സെറ്റായി, നമ്മൾ വലിയ ഓഫീസ് എടുക്കാൻ തുടങ്ങും, സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ തുടങ്ങും, കുറേ പരിപാടികൾ തുടങ്ങും. അവിടെ അടുത്തൊരു മിസ്റ്റേക്ക്, അതായത് ഇതിനെ പറയുന്ന പേരാണ് പ്രീമച്വർ സ്കെയിലിംഗ്. അതായത് നമ്മൾക്ക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ആയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഈ ഒരു റവന്യൂ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ കോലാഹലങ്ങൾ നടത്തുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ബാഡായിട്ടുള്ള 1 month 2 month 3 month വന്നു കഴിഞ്ഞാൽ റിസർവിൽ ഫണ്ട് ഉണ്ടാവില്ല, ബേൺ ചെയ്തൊക്കെ തീർന്നുണ്ടാവും, മൊത്തം അലമ്പാവും. പിന്നെ സ്റ്റാഫ്സ് കുറേ വാരിയിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ്സിനെ ഫയർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര പ്രതികൂല അവസ്ഥയായിരിക്കും. അപ്പം ആദ്യമേ കയറിയിട്ട് എന്താക്കരുത്, സ്കെയിൽ ചെയ്യാനൊന്നും നിൽക്കരുത്. നിങ്ങൾ ഈ ഫേസിൽ നിങ്ങൾ സംയമനം ക്ഷമയോടെ നിൽക്കുക. ഈ ഒരു ഫേസിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഫസ്റ്റ് ഫേസ് 20%, ഇത് 32% എന്താക്കും, ഈ ഒരു ഫേസിലെത്തുമ്പോൾ ആൾക്കാരെ കിട്ടിയതുപോലെ നല്ല ബിസിനസ് ഫെയിൽ ആവുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അപ്പം തേർഡ് ഇയർ, ഈ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റെബിലിറ്റി ഇയർ ആണ്. നമ്മൾ ഏകദേശം റവന്യൂ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചെറിയ ടീം വർക്ക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏജിലാണ് നമുക്ക്, ഈ ഒരു പീരീഡിലാണ് നമുക്ക് തോന്നുന്നത്, ഓക്കെ നമ്മൾ വി മേഡ് ഇറ്റ്, നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു ഇയർ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈനിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് അങ്ങോട്ട് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ മെയ്ഡ് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിലായിരിക്കും നിങ്ങളെ കുറച്ച് രീതിയിലൊന്ന് അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് എത്തുന്നൊരു സമയമായിരിക്കും ഇത്. ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സാധനം ബാക്കിയുള്ളവർക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, ഫസ്റ്റ് നമ്മൾ ഐഡിയ, അതായത് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഐഡിയ പറയാൻ നമുക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്താ, നമ്മൾ ഐഡിയ ആരും അടിച്ചുണ്ടോ എന്നുള്ള പേടി. പക്ഷേ ഈ ഒരു ഫേസിലായിരിക്കും
കാരണം നിങ്ങൾ ഏകദേശം ഒന്ന് പ്രൂവ് ചെയ്തിങ്ങനെ വരിക. അപ്പോൾ ഈ ഒരു ഫേസിൽ ആൾക്കാർ നിങ്ങളെ കോമ്പറ്റീറ്ററൊക്കെ നിങ്ങളെ നോട്ടീസ് ചെയ്ത് തുടങ്ങും. റിയൽ മാർക്കറ്റിംഗ് കോമ്പറ്റീഷൻ എൻ്റർ ചെയ്യുന്ന ടൈമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളത് നേട് ചെയ്തു, നമ്മൾ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തു എന്നുള്ള രീതിയിൽ നിൽക്കും. അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ ഈ ഒരു പീരീഡിലും ഇന്നോവേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. ഓക്കെ, പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ അവസാന പാർട്ടിലേക്ക് എത്താനായി, അതായത് 4 to 5 years ആണ്. ഇതാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 90% സ്റ്റാർട്ടപ്സും ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പം ഫെയിൽ ആവാം. അതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഒരു സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ ഡെലിഗേഷനാണ്. അതായത് നമ്മൾ മൈക്രോ മാനേജിങ് ഒഴിവാക്കി കറക്റ്റായിട്ട് എല്ലാവർക്കും ടാസ്ക് അസൈൻ ചെയ്യാനുള്ള നമ്മുടെ സ്കില്ല്, ഈ ഒരു സ്കില്ലാണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സംഭവത്തിനായിരിക്കും ഭയങ്കര കോർ വാല്യൂ ഉണ്ടാവും ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക്. ഓക്കെ, കാരണം നമ്മളൊരു സിസ്റ്റമൊക്കെ നമ്മളിൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സിസ്റ്റം സെറ്റ് ചെയ്താൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും അത് നടക്കുന്നത്. നമ്മൾ ഫൗണ്ടർ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്ന സമയമാണ് ഇത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫൈനലി 5+ years. ഈ ഒരു ഇയറിന്റെ പ്രത്യേകത നമ്മളെ ഗ്ലോബൽ റെക്കഗ്നീഷൻ അല്ല, നമുക്ക് റെക്കഗ്നീഷൻസ് കാര്യങ്ങൾ വരും, ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവരും നമ്മൾ കൊളാബ് ചെയ്യാൻ എല്ലാം വരും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലും വരില്ല എന്നല്ല. പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് 5 years മുമ്പോട്ട് പോയാൽ ഇങ്ങോട്ട് ആൾക്കാർ വന്നുകൊണ്ടേ നിൽക്കും. പിന്നെ നമ്മുടെ ബ്രാൻഡിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങും കാര്യങ്ങൾ. നമ്മളൊന്ന് പുറത്തെത്തി എന്നുള്ളൊരു ടൈപ്പ് ആയിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സർവേ ചെയ്യുന്ന ഒരു 10% ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. 90% സ്റ്റാർട്ടപ്സ് ഈ ഒരു 5 year കഴിയുമ്പോൾ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും. അതിൽ തന്നെ ഒരു 4% സ്റ്റാർട്ടപ്സും ബിസിനസ്സുമാണ് ഗ്ലോബലി സ്കെയിൽ ചെയ്ത് അറിയപ്പെടുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും എത്രത്തോളമാണ് ഈ പെർസെൻറ്റേജിനെ കണക്ക് ഓരോ ഫേസ് കഴിയുമ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പഠിച്ചത് പറഞ്ഞാൽ ഞാൻ ഈ മിസ്റ്റേക്സ് ഒക്കെ വരുത്തി. പക്ഷേ എനിക്കിത് അറിയില്ല ഞാൻ ഈ മിസ്റ്റേക്സ് വരുത്തിയത്. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷിൽ അതായത് ഞാൻ തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കാൻ ഇറങ്ങും, നമ്മൾ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഈ റിസർച്ചും ഈ ഒരു CB ഇൻസൈറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെഷൻസും കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്താക്കുക, ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ വർക്ക്ഷോപ്സ് ആയാലും സെഷൻസ് ആയാലും എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.